ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ക്ലിക്ക് ചെയ്തത് എങ്ങനെയാണ് ഒരു ഡിസിഷൻ കൊണ്ട് അല്ലെ, ഒരു തീരുമാനം കൊണ്ട് എങ്ങനെയാണ് പൈസ ഇരട്ടിയായത് അല്ലെ, ഇതറിയാൻ വേണ്ടിയിട്ടല്ലേ. തീർച്ചയായിട്ടും ഇതൊരു ക്ലിക്ക് ബൈറ്റ് അല്ല. ഞാൻ കറക്റ്റ് കാര്യം പറയാണ്. 70 ദിവസം കൊണ്ട്, അത് ഒരൊറ്റ ഡിസിഷൻ കൊണ്ട് പൈസ ഇരട്ടിയായി. അതിന്റെ പ്രൂഫ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നതാണ്. അപ്പൊ എന്തായിരുന്നു ആ ഒരൊറ്റ ഡിസിഷൻ അല്ലെ? ഒരൊറ്റ ഡിസിഷൻ കൊണ്ടാണല്ലോ പൈസ ഇരട്ടിയായത്. ഒരൊറ്റ തീരുമാനം എന്തായിരുന്നു? ആ ഒരു തീരുമാനം എടുത്തിട്ട് നമ്മളിങ്ങനെ കൈയും കെട്ടി ഇങ്ങനെ ഇരുന്ന് പൈസ ഇരട്ടിയായി. കൊള്ളാല്ലേ? കൊള്ളാം. ആ തീരുമാനം വെച്ചാൽ വളരെ സിമ്പിളാണ്. കേസോൾസ് എന്ന് പറഞ്ഞൊരു ഇന്ത്യൻ കമ്പനിയുണ്ട്. അപ്പൊ ഈ കേസോൾസ് എന്ന ഇന്ത്യൻ കമ്പനിയുടെ ഷെയർസ് ഞാൻ വാങ്ങി. ഞാൻ വാങ്ങിയത് 451 രൂപയ്ക്കാണ്. 451 രൂപ മാർച്ച് മാസം 2021 മാർച്ച് മാസം 9-ാം തീയതി വാങ്ങി. ഇന്ന് ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് മെയ് 18-ാം തീയതി 2023. ഇന്ന് ഇതിന്റെ വില എന്ന് പറയുന്നത് 914 രൂപയാണ്. അതായത് 102% മുകളിൽ പൈസ ഡബിളായി. അപ്പോ അങ്ങനെ ആണ്, അതായത് കേസോൾസ് എന്ന് പറയുന്ന ഒരു കമ്പനിയിൽ പൈസ നിക്ഷേപിച്ചിട്ടാണ് പണം ഇരട്ടിയത്. ഒരൊറ്റ തീരുമാനം എന്താണെന്ന് മനസ്സിലായില്ല നിങ്ങൾക്ക്. ഏതൊരു തീരുമാനമാണ് പൈസ ഇരട്ടിയാക്കിയത്? കേസോൾസ് എന്ന് പറയുന്ന ഒരു ഇന്ത്യൻ കമ്പനി നിക്ഷേപിച്ചു. ഇനി ഞാൻ അതിന്റെ സ്ക്രീൻഷോട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. അത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇൻവെസ്റ്റ്മെന്റ് 4961 രൂപ ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിന്റെ റിട്ടേൺസ് നിങ്ങൾക്ക് കാണാൻ പറ്റും 102%. ഇപ്പൊ 10,063 രൂപ ഉണ്ട്. പിന്നെ എത്ര ഷെയർസ് വാങ്ങി എന്നുള്ളത് കാണാം. അപ്പൊ ഈ സ്ക്രീൻഷോട്ട് ഞാൻ ഉണ്ടാക്കിയെടുത്തൊന്നുമല്ല, ഇത് ഒറിജിനൽ സ്ക്രീൻഷോട്ടാണ്. അപ്സ്റ്റോക്സ് എന്ന ആപ്ലിക്കേഷന്റെ ഒറിജിനൽ സ്ക്രീൻഷോട്ട് തന്നെയാണിത്. ഇനി നിങ്ങൾക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കുന്ന വെച്ചാൽ 11 ഷെയർസ് 4,961 രൂപയ്ക്ക് വാങ്ങി എന്നുള്ളതാണ്. പക്ഷെ ആക്ച്വലി 11 ഷെയർസ് അല്ല ഞാൻ വാങ്ങിയത്, 22 ഷെയർസിന്റെ ഇരട്ടി വാങ്ങിച്ചിട്ടുണ്ട്. പക്ഷെ എന്താ പ്രശ്നം വെച്ചാൽ ഞാൻ അത് വിറ്റു. തുടക്കത്തില് ഞാൻ 22 ഷെയർസ് ആണ് വാങ്ങിച്ചത്. ഏകദേശം 9,000 രൂപ, 10,000 രൂപ അടുപ്പിച്ച് 22 ഷെയർസ് ആണ് വാങ്ങിയത്. പക്ഷെ എന്റെ ഒരു സ്ട്രാറ്റജി അല്ലെങ്കിൽ എന്റെ ഒരു സിസ്റ്റം എന്ന് പറയുന്നത് ഒരു 30% അല്ലെങ്കിൽ 25% ഒക്കെ ആകുമ്പോഴത്തേക്കിനും എന്റെ കയ്യിലുള്ള ടോട്ടൽ ഷെയർസിന്റെ പകുതി ഞാനങ്ങ് വിൽക്കും. എന്താ വെച്ചാൽ അത്രയും പ്രോഫിറ്റ് എനിക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. കാരണം നമ്മൾ വിൽക്കുന്നില്ല. വിൽക്കാൻ ഞാൻ 20% അല്ലെങ്കിൽ 30% ആകുമ്പോൾ സ്റ്റോക്ക് ഉയർന്ന് 20% അല്ലെങ്കിൽ 30% ആകുമ്പോൾ ഞാൻ വിൽക്കാതെ പിടിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ താഴേക്ക് പോയാലോ, അപ്പൊ നമുക്ക് അത്ര പോലും കിട്ടില്ല. അപ്പം ഓൾറെഡി 20-30 ഒക്കെ ആവുമ്പോൾ നമ്മളങ്ങ് പകുതി ഷെയർസ്, 22 ഷെയർസ് ഉള്ളത് ഞാൻ 11 ഷെയർസ് 25%, 27% ഞാൻ വിറ്റ് മാറി. അപ്പൊ അത് ഇതിനകത്ത് കാണിച്ചിട്ടില്ല. ഇതിനകത്ത് കാണിച്ചിട്ടുള്ള ആ ലാസ്റ്റ് 11 ഷെയർസിന്റെ കാര്യം മാത്രമേ ഉള്ളൂ. ഓക്കെ. അപ്പൊ എങ്ങനെയാണ് ഇത് വാങ്ങിയതല്ലേ? എന്ത് തോട്ട് പ്രോസസ് ആണ്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇത് വാങ്ങിയത് കേസോൾസ് എന്ന കമ്പനി? വളരെ സിമ്പിൾ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ല, എല്ലാവരും സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് ഇറങ്ങുമ്പോഴേ അവര് ഇങ്ങോട്ട് വരും. എന്നിട്ട് അവർ ചിന്തിക്കും, നാളെ ഞാൻ എന്താണ് കോടീശ്വരനാവും, അല്ലെങ്കിൽ ഈ ഒരാഴ്ച ഒരു മാസം കൊണ്ട് ഞാൻ കോടീശ്വരനാവും. ഇത് വെച്ചിട്ടാണ് എല്ലാവരും ഇറങ്ങുന്നത്. അപ്പൊ അങ്ങനെ ഇറങ്ങുമ്പോഴാണ് എല്ലാവർക്കും പരാജയം, നിരാശ, അങ്ങനെയുള്ള എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാകുന്നത് ഈ ഒരൊറ്റ കാരണം ഉണ്ടാകും. പെട്ടെന്നുള്ള അമിതമായ പ്രതീക്ഷ, അല്ലെങ്കിൽ പെട്ടെന്ന് പണക്കാരനാവും, അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രതീക്ഷ. പക്ഷെ ആക്ച്വലി ഞാൻ ഇതിലേക്ക് വന്നിട്ട് തന്നെ ഇപ്പൊ ഏകദേശം 3 വർഷമായി. 3 വർഷമായിട്ട് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കുന്നുണ്ട് ഇതിനെപ്പറ്റി. എല്ലാ ദിവസവും കുറച്ച് സമയം മാറ്റി വെക്കുന്നുണ്ട്. അങ്ങനെയാണ് പഠിക്കുന്നത്. 2020 വന്നതാണ്. 20 വലിയ റിട്ടേൺസ് ഒന്നുമില്ല. 21 വലിയ റിട്ടേൺസില്ല. 22 പിന്നെയും കുഴപ്പമില്ലാത്ത ഒരു റിട്ടേൺസ് ഒക്കെ കിട്ടി 2022. ഇപ്പൊ 2023 വന്നപ്പോഴാണ് ഈ പറയുന്ന കേസോൾസ്. പിന്നെ അതിന് മുമ്പ് ഞാനൊരു വീഡിയോയിട്ടുണ്ട്, കഴിഞ്ഞ മാസമാണെന്ന് തോന്നുന്നു, സെൻ ടെക്നോളജീസിനെ പറ്റി. അതായത് അതിന്റെ തമ്മിൽ ഇങ്ങനെയാണെന്ന് തോന്നുന്നു 50% റിട്ടേൺസ് 50 ദിവസം തോന്നുന്നു അതിന്റെ തമ്മിൽ. അപ്പൊ ആ ഒരു സ്റ്റോക്കും വാങ്ങിച്ചത് ഈ വർഷം 2023. അപ്പൊ ഈ വർഷമാണ് ഞാൻ എന്റെ സ്ട്രാറ്റജീസ് ഒക്കെ ഒന്ന് സെറ്റാക്കി വന്നത്. അപ്പൊ അതിന്റെ റിട്ടേൺസ് കാര്യങ്ങളൊക്കെ എന്റെ സ്റ്റോക്കിലും കാണാനുണ്ട്. ആ സെൻ ടെക്നോ എന്ന കമ്പനിയിൽ എനിക്ക് 50% കിട്ടി 50 ദിവസം കൊണ്ട്. ഇതിനകത്ത് ഇപ്പം 100% അബോവ്, അതും 70 ദിവസം കൊണ്ട്. പിന്നെ മാർക്കറ്റ് നല്ല കണ്ടീഷനിലാണ്, അത്യാവശ്യം നല്ല കണ്ടീഷനായതുകൊണ്ടാണ് ഇപ്പൊ ഇത്രയും നല്ല വലിയ, അല്ലെങ്കിൽ 100%, 50% എന്നൊക്കെയുള്ള വലിയ സംഖ്യ റിട്ടേൺസ് ആക്കി കിട്ടുന്നത്. ഇപ്പൊ ഈ സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ ട്രേഡിംഗ് രംഗത്തുള്ളവർക്ക് മനസ്സിലാകും ഇത് എത്ര ഡിഫിക്കൽട്ട് ആണ് ഈ ഒരു 50% അല്ലെങ്കിൽ 100% എന്ന് പറയുന്ന
ഒരു അത്രയും പെർസെൻറ്റേജ് റിട്ടേൺസ് കിട്ടാൻ എത്ര ഡിഫിക്കൽട്ട് ആണെന്ന് ഈ ഫീൽഡിലുള്ളവർക്ക് ആക്ച്വലി മനസ്സിലാകും. ഓക്കെ, നമ്മൾ സാധാരണ നമ്മൾ മ്യൂച്വൽ ഫണ്ട് ഇട്ടാൽ പോലും 14-20% തോന്നി കിട്ടുന്നത് മാക്സിമം. പക്ഷെ ഇതിപ്പം വെറും മാസങ്ങൾ കൊണ്ടാണ്, 3 മാസം 2 മാസം കൊണ്ടൊക്കെയാണ് ഇത്രയും പേഴ്സണൽ റിട്ടേൺസ് എനിക്ക് കിട്ടിയത്. പിന്നെ എനിക്കൊരു അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ എനിക്ക് കുറച്ച് ക്യാപിറ്റലാണ്, അതുകൊണ്ട് കുറച്ച് കൂടുതൽ റിസ്ക് എടുക്കാനുള്ളൊരു അഡ്വാൻറ്റേജ് എനിക്കുണ്ട്. ചിലപ്പോൾ അതും കൂടി ഉള്ളത് കൊണ്ടായിരിക്കും ചിലപ്പോൾ ഇത്രയും റിട്ടേൺസ് കിട്ടിയത്. അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ നമുക്ക് ഇതിനു വേണ്ടി ക്ഷമയോടുകൂടി നമ്മൾ പഠിക്കണം എന്നുള്ളതാണ്. അതായത് നമുക്കറിയാം നമ്മൾ ജോലി കിട്ടുന്നത് എങ്ങനെയാണ്, അല്ലെങ്കിൽ ജോലിക്ക് വേണ്ടി പഠിക്കുന്നത് 3-4 വർഷങ്ങളായിരിക്കും. ഇപ്പോൾ ഒരു ഡിഗ്രി എടുത്ത് പഠിക്കുന്നത് ഒരു 3-4 വർഷങ്ങൾ പഠിക്കും, എന്നിട്ടാണ് ആ ഒരു ഇതിൽ ജോലിക്ക് പോകുന്നത്. അപ്പോൾ അതേപോലെ നിങ്ങളും സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് കുറച്ച് നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു 3-4 വർഷങ്ങൾക്ക് വേണ്ടി മാറ്റി വെക്കണം. ഫുൾ ഡയറക്റ്റ് വൈകുന്നേരം വരുന്ന മാറ്റിക്കണ്ട, ദിവസം 1-2 മണിക്കൂർ മാത്രം മാറ്റി വെച്ചാൽ മതി. കറക്റ്റായിട്ടുള്ള പഠനം, അതായത് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യണം. നിങ്ങൾ മാർക്കറ്റിൽ ഇറങ്ങി എന്താണ് സംഭവിക്കുന്നതെന്നൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല റിട്ടേൺസ് ഉണ്ടാക്കാൻ സാധിക്കും. അപ്പോൾ എന്നെ പോലെയൊക്കെ തന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത റിട്ടേൺസ് ഒക്കെ ഉണ്ടാക്കാൻ സാധിക്കും. ദിവസം മാറ്റി വയ്ക്കുക. അപ്പം എനിക്ക് പ്രധാനമായിട്ട് പറയാനുള്ളത് ഇത്രേ ഉള്ളൂ. നിങ്ങൾ നിങ്ങളുടെ സമയം മാർക്കറ്റിന് വേണ്ടി മാറ്റി വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റ് നിങ്ങൾക്ക് വേണ്ടി കുറച്ച് പണം മാറ്റി വയ്ക്കും. മെയിനായിട്ട് ഈ ഒരു കാര്യമാണ് ഈ വീഡിയോയിലൂടെ ഞാൻ ആക്ച്വലി പറയാൻ ഉദ്ദേശിച്ചത്. ഈ വീഡിയോ ഉണ്ടാക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം അത് തന്നെയാണ്. അതായത് നിങ്ങളിപ്പോൾ എനിക്ക് തോന്നുന്നു എൻ്റെ വീഡിയോസ് കാണുന്ന ആൾക്കാർ കൂടുതലും 20കളിലാണ് അല്ലെങ്കിൽ 30 തുടക്കത്തിലാണെന്ന് തോന്നുന്നു. അപ്പോൾ ഈ പ്രായത്തിൽ നിങ്ങൾ ഇൻവെസ്റ്റ്മെന്റിനെ പറ്റി അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ 60കളിൽ അത് വളരെ വലിയൊരു അഡ്വാൻറ്റേജ് ആയിരിക്കും. ഈ സമയത്ത് അതിനെപ്പറ്റി അറിഞ്ഞ് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ സ്റ്റോക്ക് മാർക്കറ്റിംഗ് ഇൻവെസ്റ്റ്മെന്റ് വേണമെന്ന് നിർബന്ധമില്ല. സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്, അല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റ് ഉണ്ട്. ഇൻവെസ്റ്റ് ചെയ്യുക നിങ്ങളുടെ പൈസ. തീർച്ചയായിട്ടും നിങ്ങളുടെ പൈസ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്താൽ മാത്രമേ അത് ഗ്രോ ചെയ്യത്തുള്ളൂ. അത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സ് ചോദിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ നല്ലൊരു ടോപ്പിക്കുമായിട്ട് കാണാം. അതുവരേക്കും